കുളിക്കൽ പാണ്ഡവാസ് ഐഫ്ലവ് സംഘടിച്ചിട്ടുള്ള നമ്മുടെ ഈ മൂകാംബിക തീർത്ഥയാത്ര ഇതിന്റെ സമാപന വേളയിലാണ്. നമ്മുടെ യാത്രയിൽ നമ്മൾ ശനിയാഴ്ച വൈകുന്നേരം ആരംഭിച്ച നമ്മുടെ യാത്ര കുക്കി സുബ്രഹ്മണ്യം, ധർമ്മസ്ഥല, ശൃംഗേരി, മൂകാംബിക, കുടജാദ്രി, മുരുടേശ്വരം. ഈ അവസാനം നമ്മൾ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങളെല്ലാം നല്ല രീതിയിൽ ദർശിച്ച് എല്ലാവരും സംതൃപ്തരായി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മുടെ യാത്രയുടെ ഏറ്റവും അവസാന ശേഷമാണ് നടക്കുന്നത്. നമ്മുടെ ഈ യാത്രയെ കുറിച്ചുള്ള അവലോകനം ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങളുടെ വരുംകാല യാത്രകളിൽ ഏറ്റവും നല്ല രീതിയിൽ നടത്തിയൊക്കെ എന്നും പ്രചോദനമാകാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മളെല്ലാവരും കുക്കി സുബ്രഹ്മണ്യായാലും ധർമ്മസ്ഥലയിലായാലും മൂകാംബികയിലായാലും നമ്മൾ ദർശിച്ച എല്ലാ ക്ഷേത്രങ്ങളും ഇപ്പോൾ ഈ അവസാനം ഉടുപ്പിയിലായാലും നമുക്ക് ദർശനം കുറച്ച് വൈഷമ്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എന്നാൽ പോലും ക്ഷേത്ര ദർശനം എന്നുള്ള ആ ഒരു ആസ്പെക്റ്റിൽ നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളും നല്ല രീതിയിൽ ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റ് സംഘാടനത്തിൽ ഇപ്പം ചില സംഘാടകർ ചില വൈഷ്ണവങ്ങളെ നിങ്ങളെ പ്രയോഗങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്താണ് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഇനിയുള്ള യാത്രകളിൽ ഇല്ലാതിരിക്കാൻ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെ തുറന്ന അഭിപ്രായങ്ങൾ, ക്രിയാത്മക വിമർശനങ്ങൾ ആണ് ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ യാത്രയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ദയവായിട്ട് ഓരോരുത്തരും പറയണം എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ സാധിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഈ യാത്രയുടെ ഒരു അവലോകനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ എന്നെ ആദ്യമായിട്ട് യാത്രയ്ക്ക് വേണ്ടി കടക്കാട്ടുപുറത്ത് ബന്ധപ്പെട്ട ശ്രീ സുരേഷ് ഏട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുക. നമുക്ക് മൂകാംബിക യാത്ര വളരെയധികം നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ, നമുക്ക് തൊഴാനൊക്കെ നമുക്ക് നന്നായിട്ട് സാധിച്ചു. എന്തായാലും നന്നായിട്ട് നമ്മള് ഇപ്പൊ മനോജേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ മനോജേട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും, ഇപ്പൊ വയസ്സായ ആളുകളാണെങ്കിൽ, നടക്കാൻ വയ്യാത്ത ആളുകളാണെങ്കിൽ അവരെയൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് കാണിക്കുകയോ അങ്ങനെ എല്ലാവരുടെയും സഹായത്തിന് മനോജേട്ടനും അതുപോലെ തന്നെ ദിനേശനും അത് മറ്റേ ഏട്ടൻ്റെ പേര് എനിക്കറിയില്ല, ഉണ്ണികൃഷ്ണൻ, ഇവരെല്ലാവരും നമുക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഒരാൾ ഏറ്റവും അവസാനം നമ്മുടെ ബാക്കിൽ ഏറ്റവും അവസാനം വരുന്ന ആളുടെ ബാക്കിൽ ഒരാളുണ്ടായിരുന്നു എന്നുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരാളുണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ ഇവർ നമ്മളെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. മനോജേട്ടനാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് എല്ലാവരെയും കാണിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇപ്പൊ നമ്മളെ മുരുടേശ്വരത്ത് തന്നെ നമ്മളെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് മനോജേട്ടൻ കാണിച്ചു തന്നു. നമ്മൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൂടി വരുമെന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. അത് നന്നായിട്ട് നല്ല ഒരു ഗൈഡൻസ് നമുക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഞാൻ ഈ യാത്രയിൽ ശ്രദ്ധിച്ചൊരു കാര്യം നമ്മുടെ ഉണ്ണികൃഷ്ണേട്ടന്റെ പാട്ടാണ്. ഉണ്ണികൃഷ്ണേട്ടൻ ശരിക്കും യാത്ര തുടങ്ങിയപ്പോൾ മുതൽ പാടാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചത് ആരെങ്കിലും പാടണമെന്ന് ചോദിച്ചാൽ അവിടെ മുന്നിൽ നമുക്ക് ആദ്യം ആളെ കണ്ടില്ലായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ നന്നായിട്ട് അടിപൊളിയായിട്ട് ഉണ്ണികൃഷ്ണേട്ടൻ പാടി. ഉണ്ണികൃഷ്ണേട്ടനെ ഈ യാത്രാ ടീമിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കണം. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കുക. ഉണ്ണികൃഷ്ണേട്ടനെ നല്ലൊരു കലാകാരനാണ് അദ്ദേഹം. ഉണ്ണികൃഷ്ണേട്ടന്റെ പാട്ടുകൾ നമ്മൾ വളരെ നന്നായിട്ട് ആസ്വദിച്ചു. പഴയ പാട്ടുകള് അതുപോലെ തന്നെ ഭക്തി ഗാനങ്ങള് എല്ലാം നല്ല ഉഷാറായിട്ട് ഞങ്ങൾ ആസ്വദിച്ചു. ഞങ്ങൾ നാട്ടിലൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണേട്ടനെ ഞങ്ങൾ വിളിക്കും. ഉണ്ണികൃഷ്ണേട്ടൻ വരണം, നല്ല പാട്ടുകാരനാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ തേഞ്ഞിപ്പലത്ത് നിന്ന് ഞങ്ങള് ജനശ്രീയുടെ കീഴില് 38 ആളുകൾ ഈ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ യാത്ര നയിച്ചത് പാണ്ഡവാസവും മനോജേട്ടനാണെങ്കിൽ കൂടി ഈ 38 ആളുകളോട് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ജനശ്രീ മിഷന്റെ ഭാരവാഹികളെന്ന പേരിൽ എനിക്കും ദാസേട്ടനും അതുപോലെ തന്നെ അപ്പുട്ടേട്ടനൊക്കെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും വിഷമങ്ങള്, എന്തെങ്കിലും അസൗകര്യങ്ങള് ഈ യാത്രയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു വലിയൊരു യാത്രയാകുമ്പോൾ 3-4 ദിവസത്തെ യാത്രയാകുമ്പോൾ ഒരു സ്ഥലം കഴിയുമ്പോൾ തന്നെ നമ്മൾ ടയേർഡാവും. അപ്പോൾ ചില ആളുകളൊക്കെ, ഞാൻ അടക്കമുള്ള ആളുകൾ, എൻ്റെ കൂടെ കുട്ടികളും 2 കുട്ടികളും 2 വയസ്സായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ കൊണ്ട് എത്തിക്കണമെങ്കിൽ ചില സമയങ്ങളിലൊക്കെ ഞാൻ വൈകിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങൾ കാത്തു നിന്നിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ ക്ഷമ ചോദിക്കും. കാരണം അവർക്കൊക്കെ നടന്നു എത്താനുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്.
അപ്പം അത് പിന്നെ മനഃപൂർവ്വമല്ല, അവരുടെ എത്തിയപ്പാടുണ്ട് അതിൻ്റെ കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ ജനശ്രീ മിഷന്റെ പേരിൽ എന്തെങ്കിലും ആർക്കെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുകയാണ്. ഇനിയും ഞങ്ങൾ ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കും. നമ്മൾ അടുത്ത് തന്നെ ഇനി വേറൊരു യാത്ര കൂടി നമ്മൾ ഈ അടുത്ത വെക്കേഷനിൽ സംഘടിപ്പിക്കണമെന്നുണ്ട്. അപ്പോൾ ഈ യാത്രയിൽ പങ്കെടുത്ത എല്ലാവരും, വിളിക്കുന്നു വന്ന എല്ലാവരും ഇങ്ങനെയുള്ള യാത്രകളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ ജനശ്രീ മിഷന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കലാകാരന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞ് വളരെ സന്തോഷമായി. എല്ലാവരും പാട്ടും പാടുന്ന ഒരു ടീമായിട്ട് വർക്ക് ചെയ്തു. താമസവും അതുപോലെ തന്നെ വളരെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറപ്പെട്ടത് ഇതുപോലെ തന്നെ മൂകാംബിക യാത്ര എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആ യാത്ര നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. ഇത് തന്നെയാണ് സുരേഷിനെ പോലുള്ള എൻ്റെയും അഭിപ്രായം. ഞങ്ങളും അതുപോലെ തന്നെ സുരേഷ് പറഞ്ഞ പോലെ തന്നെ 3 തവണ ദർശിച്ചു. ഒരേ രാവിലെ തന്നെ ഒരിക്കലും കിട്ടാത്ത നമ്മൾ നാട്ടിൻപുറത്തുള്ള അമ്പലങ്ങളിൽ പോകുമ്പോൾ തന്നെയുള്ള ആ ദർശനം നമുക്ക് കിട്ടി 3 പ്രാവശ്യം ഫലം വെക്കാൻ. ഇനിയും വേണമെങ്കിൽ നമുക്ക് സാധിക്കുമായിരുന്നു. അത്രയും വളരെ ചുരുക്കം സന്ദർശകരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ പറ്റി. അതുപോലെ തന്നെ അവിടുത്തെ അടികളുടെ പരമേശ്വര അടികൾ അല്ലെ, അദ്ദേഹവും നമ്മളോട് വളരെ സഹകരിച്ചുകൊണ്ട് നമുക്കുള്ള വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നു. അതോടൊപ്പം തന്നെ സംഘടിപ്പിച്ച മനോജ് വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാനും പല തവണ പലരുടെയും കൂടെ പോയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് വളരെ നന്നായിട്ടുണ്ട്. ചിലർക്കൊക്കെ കുറച്ച് പ്രയാസം തോന്നിയിരിക്കും, എന്നാലും അത് ഒന്നിച്ചുള്ള ഒരു പോക്ക് യാത്രകളാവുമ്പോൾ പലരുണ്ട്, പല കുടുംബങ്ങളുണ്ട്, പല രീതിയിലുള്ള സ്വഭാവക്കാരുണ്ട്. അവരെയൊക്കെ ഒന്ന് മേയിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഏതായാലും വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ ഇവർക്ക് 3 പേർക്കും നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ഇവിടെ ദിനേശനായാലും ഉണ്ണീഷ്ണനായാലും വളരെ ഭംഗിയായി അത് നിർവഹിച്ചിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ കുളിക്കൽ നിന്നുള്ള സജിത ടീച്ചർ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അവര് രാവിലെ ചൊല്ലിയ സഹസ്രനാമം വളരെ ഗംഭീരമായിട്ട് അതൊക്കെ നിത്യം രാവിലെ ചൊല്ലേണ്ടതാണ്. ഞാനൊക്കെ ഒരാഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും അത് കേട്ടുകൊണ്ട് പുസ്തകം വായിച്ചുകൊണ്ട് റെക്കോർഡ് കേൾക്കുകയും ചെയ്യും. അതുപോലെ ഒപ്പം കൂടെ പാടുകയും ചെയ്യുവാനും അതൊക്കെ അത് ഒരു അമൂല്യ സാധനം തന്നെയാണ്. വായിക്കേണ്ടതുമാണ്, അത് പഠിക്കേണ്ടതും കൂടിയാണ്. ഏതായാലും ഈ യാത്ര വളരെ ഗംഭീരമാക്കാൻ ഞങ്ങൾക്ക് കിട്ടിയ പാണ്ഡവാസ് അയ്യപ്പ സംഘം അവരോട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കൂടെ വന്ന എല്ലാ കുടുംബങ്ങളോടും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. മൂകാംബിക യാത്ര ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. നാളെ രാവിലെ നമ്മൾ നടത്തിയെത്തുന്നു. തീർച്ചയായിട്ടും എൻ്റെ അനുഭവം വെച്ച് നോക്കും. ഞാൻ 2 പ്രാവശ്യം മൂകാംബിക ശൃംഗേരി പോയില്ല, ഇവിടെ ജാതിരി പോയിട്ടില്ല, രാഷ്ട്രപ്പോയില്ല, കിടപ്പുള്ള ഇവിടെ മുരുടേശ്വരമൊക്കെ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ യാത്ര മൂകാംബിക ട്രിപ്പ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഇവിടെ ഇവർ നേരത്തെ 2 കാലം സൂചിപ്പിച്ചമായിരുന്നു. അത് ശരിക്കും അന്വർത്ഥമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് 2 പ്രാവശ്യം പോയിട്ടില്ല, 3-ാമത്തെ പ്രാവശ്യം പോകുന്നത്. അത് ആദ്യമായിട്ടാണ് ഇത്രയും എന്താ പറയുക വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ. അതുപോലെ തന്നെ ഒരു അടികളുടെ നേതൃത്വത്തിൽ നമുക്ക് കുറേ ക്രിയകൾ സേവാ പൂജ കാര്യങ്ങളിൽ വളരെ വിശദമായിട്ട് അവരുടെ കീഴിൽ നമുക്ക് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ചെയ്തിട്ടുള്ളത് വളരെ നന്നായിട്ടുണ്ട്. മനോജ് നന്നായി ഡീൽ ചെയ്തു. നമുക്കറിയാം നമ്മളെ ഈ ട്രിപ്പിൽ കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, ഞാൻ കണക്കുള്ള ആൾക്കാർ എല്ലാം ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഏകോപിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ട്രിപ്പ് കൊണ്ടുപോകാൻ നല്ല റിസ്ക് ഉണ്ട് സ്വാഭാവികമായിട്ടും. അത് വളരെ ഞങ്ങളെന്തായാലും എൻ്റെ അടുത്ത് നിൽക്കുന്ന മനോജ്, അതുപോലെ തന്നെ പേര് ഓർമ്മയില്ല, അവരൊക്കെ ലാസ്റ്റിൽ വന്ന ആളപ്പം ഇയാളെപ്പോഴും ലാസ്റ്റിൽ വരുന്ന ഉള്ളി ഭാര്യയാണ്, അതിൻ്റെ വലിയ മൂപ്പിലുണ്ടാവും. അപ്പോൾ അത് വളരെ കെയർ ആയിരുന്നു. അതൊക്കെ നിങ്ങൾ വളരെ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അഭിപ്രായം. അതൊന്ന്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യാത്ര തുടങ്ങിയ അതുപോലെ നമ്മൾ ചെറിയ ചെറിയ ഇതിൻ്റെ മാത്രമല്ല വാഹനത്തിൻ്റെ ആദ്യം പിന്നെ രണ്ടാമത്തെ കയറുന്നപ്പോൾ ഓക്കെ കുഴപ്പമില്ല. ചെറിയൊരു എന്താ പറയുക റൂട്ടിൻ്റെ ഒക്കെ അതൊക്കെ സ്വാഭാവികം മാത്രമേ എത്താനുള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മുടെ യാത്ര ശരിക്കും അന്വേഷണമായി. പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാതിരി തന്നെ ഈ നമ്മുടെ മുരുടേശ്വരം അവിടെ ബീച്ചിൽ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം അവിടെ കൂടി കണ്ടപ്പോഴേ എല്ലാവരും കുറേ കടലും ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ
അപ്പോൾ ആ ഒരു വിഷമമുള്ളൂ, വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല. എന്നിരുന്നാലും നമ്മുടെ ടൈം ഷെഡ്യൂൾ വളരെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് അരമണിക്കൂർ വൈകിയാലും എൻ്റെ ഉടുപ്പിൽ നിന്ന് 10 മണിക്ക് പോകുന്ന 10:05 പുറപ്പെട്ടു. വളരെ നന്നായിട്ടുണ്ട്. പിന്നെ വേറൊരു നെഗറ്റീവ് പോയിന്റ് നമ്മുടെ പേഴ്സണലിന്റെ കാര്യം പറയുമ്പോൾ വൈഫിന് നമ്മളെ എന്താ പറയാ ശൃംഗേരി അല്ലേ, ശൃംഗേരി എന്നല്ലേ ഒരു പ്രശ്നമുണ്ടായി. രാവിലത്തെ കുളി കേട്ടപ്പോൾ വ്യക്തിപരമായിട്ട് കാര്യങ്ങളാണ്. പക്ഷെ അതും നമ്മൾ സമസമായിട്ട് ഡീൽ ചെയ്തു. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരു ശ്വാസമുട്ടലിന്റെ കാര്യം പറയുന്നത് നമ്മളൊപ്പമുള്ള യാത്രക്കാർ വളരെ സഹകരിച്ചു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, വീടുണ്ടായിരുന്നു, അരവിന്ദുണ്ടായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, ക്ലിനിക്കിൽ പോയി, പിന്നെ ഡോക്ടറെ കണ്ടു. അപ്പോൾ തന്നെ ഇവിടെ ഇൻഹേലർ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങി ആ ഡോക്ടർ നല്ലൊരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു, അത് കഴിച്ചു. ഓക്കെ, ഭക്ഷണം കഴിച്ചാൽ അതുമാതിരി തന്നെ അത് വളരെ ഇതായിട്ട് അതോട് കൂടി കഴിഞ്ഞു. പിറ്റേന്നേക്ക് ഓക്കെ ആ ചെറിയ ആ സമയങ്ങളിൽ. പക്ഷെ നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടല്ല. പക്ഷെ മാത്രമേ നിങ്ങൾ ഈ വൈഫിനോട് സഹകരിച്ച എല്ലാവരും ഞാൻ നന്ദി പറയാം. വെച്ചാൽ ഇതാ ടീച്ചർ ഇവരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, കുറേ ആളുകൾ ശാന്ത, കുറേ ടീം, എല്ലാവരും വ്യക്തിയായിട്ട് പേര് പറയില്ല. അത് യാത്രയിൽ നല്ല കാര്യമാണ്. അങ്ങനെയാണ് നമ്മൾ അത് കോർഡിനേഷൻ, അതുപോലെ കോപ്പറേഷൻ ഒക്കെ വളരെ നന്നായി സഹകരിച്ച എല്ലാവരും ഒക്കെ നല്ല കാര്യമാണ്. വളരെ നന്നായി. അതിൽ ഉണ്ണീൻ്റെ ഭാര്യ എപ്പോഴും കെയർ ചെയ്യുന്നതാണ്. നടക്കാൻ കുറച്ച് സ്ലോ ആണ്. പക്ഷെ ഇതിലൊക്കെ പലർക്കും പലതരം വീക്ക്നെസ് ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പോകുമ്പോഴാണ് ആ യാത്ര ശരിക്കും ഫലപ്രദമാവുന്നത്. അത് നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും ഒരാളെ വെയിറ്റ് ചെയ്യുക, മറ്റാൾ വന്നില്ലല്ലോ, അവർക്ക് വഴി തെറ്റും. ഒരു നാരായണേട്ടല്ലേ അവിടെ അല്ല ബാക്കിലിരിക്കുന്ന കുളക്കുത്തുന്നല്ല മനുഷ്യർ പ്രായമുള്ളതാണ്, നമ്മളെ കണ്ടിക്കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ കെയർ ചെയ്യാനുള്ള മനസ്സാക്ഷി നമുക്ക് ഉണ്ടാവുമെന്നാണ് തന്നെ ഈ ടൂറിന്റെ എഫക്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും വിഷമം വന്നത് എന്താ പറയുക, സുരേഷ് മൂപ്പര് ആ തലമില്ലിൽ വലിയൊരു പ്രശ്നം. എനിക്ക് വലിയ വിഷമമായി പോയി. വൈഫിന്റെ ഇത് പോട്ടെ, വൈഫിന്റെ ശ്വാസമുട്ടൽ പോട്ടെ, പക്ഷെ സുരേഷിന്റെ തലമില്ലിൽ വലിയ അഫക്ട് ചെയ്തു. പല മാനസികമായിട്ട് വലിയ വിഷമമായി പോയി. പിന്നെ എന്തായാലും വൈഫ് കൂടുതലുള്ളതുകൊണ്ട് വളരെ അതുകൊണ്ട് നമുക്ക് വലിയ വിഷമമില്ല. അതായത് സംഗീതം അടുത്തുള്ളതുകൊണ്ട് വലിയ വിഷമം അനുഭവിച്ച സുരേഷ് എന്നോട് പറഞ്ഞു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. എന്നിരുന്നാലും അതൊക്കെ നമ്മൾ തരണം ചെയ്തു. ഇത്തരത്തിലുള്ള ഈ ടൂറിൽ അത് നമ്മുടെ സഹവർത്തിത്വം അല്ലെങ്കിൽ നമ്മളെ കോഓപ്പറേഷൻ, ആ കോർഡിനൊക്കെ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. മനോജ് എസ്പെഷ്യലി നിങ്ങളൊക്കെ വളരെ എന്താ പറയുക, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാം. കുറേ വാക്കുകളില്ല, വളരെ നല്ല കാര്യങ്ങൾ. ഒരു നെഗറ്റീവ് പോലും ഞാൻ ആ കാര്യത്തിൽ പറയുന്നില്ല. പിന്നെ നമ്മൾ ഇതേമാതിരി ഞാൻ നേരത്തെ പറഞ്ഞ ഏജ് ഗ്രൂപ്പിലുള്ള പല ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ചില ടൈമൊക്കെ ഒന്ന് 5-10 മിനിറ്റൊക്കെ അങ്ങോട്ട് പോകുന്നുള്ളൂ. അതൊക്കെ നമ്മൾ സഹിക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നിരുന്നാലും എല്ലാവരും വന്ന ഒരാൾ മിസ്സിംഗ് ഇല്ല, ഒരാൾക്ക് വലിയൊരു ബുദ്ധിമുട്ട്, ഒരു ലേറ്റ് ആരും വന്നിട്ടില്ല, വൈകിട്ടൊന്നുമില്ല. വളരെ നന്നായിട്ടുണ്ട്. നല്ലൊരു ഈ ഒരു യാത്രയിൽ ഈ പാണ്ഡവാസ് അയ്യപ്പൻകാവ് എന്ന ടീമിനെ കണ്ടെത്താൻ ഒരു നിയോഗമായത് ഞാനാണ് എന്നതിൽ എനിക്ക് ഇപ്പോൾ ഒരു അഭിമാനം തോന്നുന്നു. കാരണം ആദ്യം ഒരു ടീമിനെ ഇവർ കണ്ടെത്തുകയും അവരുമായിട്ട് ഏതാണ്ട് ഒരു മാസത്തോളം ചർച്ച നടത്തുകയൊക്കെ ചെയ്ത് അവസാനം അവർ കൈയൊഴിഞ്ഞു പോവുകയാണ് ചെയ്തു. അപ്പോഴാണ് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിലെ ചേളാരി സ്കൂളിലെ പ്രജീഷ് മാഷ് ഇവരുടെ നാട്ടിലാണ്. അപ്പോൾ ഒരു ഇന്റർവെൽ സമയത്ത് ഞാനിങ്ങനെ മൂപ്പര് അത്യാവശ്യമായി ഭക്തിൻ്റെ ഒക്കെ ഒരാളാണ്. അപ്പോൾ മാഷോട് ചോദിച്ചു, ഇങ്ങനെ ഒരു മൂകാംബിക യാത്ര പോകണമെന്നുണ്ട്, നിങ്ങളെ കയ്യിലായതെങ്കിലും ഒരു മാഷ് ടൂറിൻ്റെ ഒരു കോർഡിനേറ്ററും കൂടിയാണ് സ്കൂളിൽ. അപ്പം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ശ്രീധന്യ ട്രാവൽസ് എന്നാണ് എന്നോട് ആദ്യം പറഞ്ഞത്. അതെന്താ എനിക്കറിയില്ല. ഇപ്പോൾ ഞങ്ങൾ നമ്പർ അങ്ങനെയാണ് സേവ് ചെയ്ത് വെച്ചത്. ഞങ്ങൾ ആളുണ്ട്, നിങ്ങളൊന്ന് ബന്ധപ്പെട്ട് നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ മനോജേട്ടനെ വിളിക്കുന്നത്. ഏതായാലും വളരെ മനോഹരമായിട്ട് യാത്ര അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു ടൂർ ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളായിട്ട് ടൂറിനൊക്കെ ഒരുപാട് എല്ലാ വർഷവും പോകാറുണ്ട്. ഓരോ സ്ഥലം എത്തുമ്പോഴും അതിനെക്കുറിച്ച് അതിൻ്റെ മുന്നേ നമ്മളെ ആ ഒരു സ്ഥലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മൾ പിന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആദ്യം ഇവിടെ പ്രദർശിപ്പിക്കും. അതിലേക്ക് നമ്മളെ എത്തിക്കുന്ന രീതിയിലുള്ള ഗാനങ്ങളൊക്കെ നമ്മളെ ഉണ്ണേട്ടനൊക്കെ പാടി നമ്മളെ ആ ഒരു ഇതിലേക്ക് എത്താണ്. ഇപ്പൊ ഉടുപ്പിയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം ശ്രീകൃഷ്ണ ഭക്തിഗാനങ്ങളൊക്കെ, തുളസിക്കതിർ എന്നൊക്കെയുള്ള പാട്ടൊക്കെ പാടി നമ്മൾ അതിലേക്ക് കൊണ്ടുവരും. അപ്പൊ ആ രീതിയിലും നമ്മളെ മനസ്സുകൊണ്ടും ഈ ഒരു ഇതിലേക്ക് ആരെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കാൻ ഈ ട്രാവൽസിന് പ്രത്യേകിച്ച് മനോജേട്ടൻ ടീമിനും സാധിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഇവര് ഓരോ സ്ഥലത്ത് വെച്ച് വ്യക്തമായ ഒരു പിക്ചർ നമുക്ക് തരുന്നുണ്ട്. എന്താണ് അവിടുത്തെ പ്രാധാന്യം, അവിടുത്തെ രീതികൾ എന്തൊക്കെയാണ്,
തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പറയുന്നത് കൊണ്ട് ഓരോരുത്തർക്കും അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ധാരണ കിട്ടുന്നുണ്ട്. അതൊക്കെ വലിയൊരു കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില സമയത്ത് നമുക്ക് ടൈമിന്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. സ്വാഭാവികമാണ്. ഇത്രയും കൂടുതൽ ആളുകളായിട്ട് പോകുമ്പോൾ എങ്ങനെയായാലും നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഞങ്ങളൊക്കെ സ്കൂളിൽ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒക്കെ അനുഭവിക്കുന്ന പ്രശ്നമാണ്. അത് കുറച്ച് ആളുകൾ ലേശം ടൈം ലാഗായി കഴിഞ്ഞാൽ മൊത്തം പരിപാടി ലാഗാവും. പരമാവധി ഇവര് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പൊതുവെ ടൂറിന് പോകുമ്പോൾ അതിലൊരു എന്റർടൈൻമെന്റ് ടീമിന്റെ കൂടെ ആണ് കൂടുതലാണ്. അപ്പം വിൽക്കുന്ന അറിയാം, നമ്മൾ ഓരോ ടൂറ് പോകുമ്പോഴും കുറച്ച് പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് മിണ്ടാണ്ട് പോവുക എന്നുള്ളത് ഒരു സുഖമില്ല. അപ്പൊ എല്ലാവരും ഒന്ന് എന്റർടൈൻ ചെയ്യാൻ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ണേട്ടൻ ഒരുപാട് പാട്ടുകൾ, ഞാൻ അദ്ദേഹത്തിന്റെ ഫോൺ ശ്രദ്ധിച്ചപ്പോൾ ഏതാണ്ട് 600ഓളം പാട്ടിന്റെ വീഡിയോ അദ്ദേഹത്തിന്റെ ഫോണിൽ ഉണ്ട് എന്നായി മനസ്സിലാക്കുന്നത്. അപ്പൊ അത്രയും പാട്ടുകൾ അദ്ദേഹം പഠിച്ചു വെച്ചിട്ട് നമ്മളൊക്കെ അതിന്റെ എത്രയോ അകലെയല്ല, വളരെ കുറച്ച് പാട്ടുകൾ മാത്രം അറിയുന്ന ഞാൻ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ കുറച്ച് പാട്ടുകൾ പാടിയത് നിങ്ങൾ തന്ന പിന്തുണയ്ക്ക് നന്ദി കൂടി അറിയിക്കുകയാണ്. ഏതായാലും മനോഹരമായ യാത്ര സംഘടിപ്പിച്ച പാണ്ഡവാസ് അയ്യപ്പൻകാവിന് എല്ലാവിധ നന്ദിയും അറിയിക്കാണ്. മേലിൽ ഇത്തരം യാത്രകളൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങളെ ബന്ധപ്പെടാൻ വേണ്ടി നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന വിശ്വസനീയമായ ഒരു പേരായി നിങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു അനുഭവമാണ് ഈ യാത്ര തന്നത്. മൂകാംബികയിൽ പോവുക എന്നുള്ളത് ഏത് കാലത്തെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. അത് സഫലീകരിക്കാൻ കഴിഞ്ഞു. അതിനേക്കാളും കൂടുതൽ നന്നായിട്ട് തൊഴാൻ പറ്റി. പിന്നെ പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെന്താ, വളരെ നല്ലൊരു കോർഡിനേഷൻ തന്നെയായിരുന്നു മനോജേട്ടൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. അപ്പോൾ എല്ലാത്തിനും നന്ദി. കാണാത്ത സ്ഥലങ്ങളും നല്ല ഭംഗിയായി പറഞ്ഞു. നമസ്കാരം. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു മൂകാംബിക മെഡിറ്റേഷൻ ക്ഷേത്രമൊക്കെ കാണുന്നുണ്ട്. അത് കണ്ടതിൽ വളരെ സന്തോഷം. പിന്നെ കുടജാദ്രിയിൽ പോകാൻ കഴിഞ്ഞില്ല, കാല് വേദനയുണ്ട്, അതിനൊരു വിഷമമുണ്ട്. യാത്രയൊക്കെ സുഖമായി. മൂകാംബിക പോകണം എന്നുള്ളത് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നു. ഓരോരോ പ്രശ്നങ്ങൾ കാരണം ഇത് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയൊരു യാത്രയാണ്. ഞാൻ അതിന് മുമ്പ് ഇങ്ങനെ ട്രിപ്പ് പോയിട്ടുമില്ല. ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകാന്നല്ല, ഇങ്ങനെ ഒരു ട്രിപ്പ് ആദ്യമായിട്ടാണ് പോകുന്നത്. സന്തോഷം. എല്ലാ അമ്പലങ്ങളിലും എല്ലാം തൊഴാൻ പറ്റി, സന്തോഷമായി. കാലുവേദനയായിരുന്നു, ആ വേദന സഹിച്ചുകൊണ്ട് പോയി. ഒരു വിഷമം ഉണ്ടായില്ല. തിരിച്ചെത്തി. പാണ്ഡവ ട്രാവൽസിൻ്റെ യാത്ര ഗംഭീരവും ഭയങ്കര സാഫല്യം നേടുന്ന ഒരു യാത്രയായിരുന്നു. കുടജാദ്രിയിൽ നമ്മളെ ദേവീൻ്റെ അനുഗ്രഹം വളരെ അധികം, അത്രയും നല്ല രീതിയിൽ തൊഴാൻ വേറെ അതിൻ്റെ മുന്നേ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു, അന്നൊന്നും കഴിഞ്ഞിട്ടില്ല. ദേവീൻ്റെ അനുഗ്രഹം നല്ലോണം കിട്ടിയിട്ടുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് നല്ലോണം ദർശനം കിട്ടിയിട്ടുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ കുടജാദ്രിയിൽ നമ്മളെ രഥയാത്ര പ്രദക്ഷിണം, ദേവീൻ്റെ പ്രദക്ഷിണം കാണാൻ പറ്റിയില്ല. അതൊരു മൂകാംബിക അത് രഥയാത്രേൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു നാണയം വിതരണം ചെയ്യുന്നത്, അത് കിട്ടുന്നവർക്ക് ഭയങ്കര ഭാഗ്യമാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് കാണാൻ പറ്റാത്തതിൽ സങ്കടമുണ്ട്. രണ്ട് അമ്പലങ്ങളിലെല്ലാം നല്ല ദർശനം, നല്ല ഗൈഡൻസ്, മനോജറിൻ്റെയൊക്കെ നല്ല ഗൈഡൻസും നല്ല നിർദ്ദേശങ്ങളും എല്ലാ കാര്യങ്ങളും. നമ്മളെന്തെങ്കിലും ദേശം ലേറ്റ് ആയാലും ഒരു ദേഷ്യപ്പെടും, അങ്ങനത്തെ ആളെ മോശമാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല രീതിയിൽ ഒക്കെ നല്ലൊരു ട്രാവൽസ് നടത്തിപ്പിൻ്റെ എല്ലാ ഇതും മനോജറിനുണ്ട്. ഈ ട്രാവൽസ് നല്ല രീതിയിൽ ആയിത്തീരും എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഉണ്ട്. പിന്നെ എല്ലാവർക്കും നന്ദി. യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഒരു 2 മാസം മുന്നെയാണ് മൂകാംബികയിൽ വീണ്ടും ഒന്ന് പോകണം എന്നുള്ള ആഗ്രഹം തുടങ്ങിയത്. കാരണം മോള് കോഴ്സ് കഴിഞ്ഞ് വന്നു. അപ്പോൾ മക്കളെ എല്ലാവരും കൂട്ടി പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മക്കൾക്ക് വരാൻ പറ്റിയില്ല, ഒരാൾ മാത്രം കൂടെ ഉണ്ടായുള്ളൂ. പിന്നെ അതേപോലെ മുരുടേശ്വരം പോകണം എന്ന് ആഗ്രഹിച്ചിട്ട് 2 വർഷമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അപ്പോഴാണ് ഈ പോസ്റ്ററിൽ ഇങ്ങനെ മുരുടേശ്വരം അതേപോലെ മൂകാംബിക ഇത് രണ്ടും കണ്ടിട്ടാണ് ഞാൻ ചാടി പുറപ്പെട്ടത്.
വേടനോട് ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട, എന്തായാലും ബുക്ക് ചെയ്യണം. ഈ 2 സ്ഥലങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ പോകണം എന്നാണ്, അങ്ങനെയാണ് ബുക്ക് ചെയ്തത്. എന്തായാലും ഇതിന്റെ സംഘാടകർക്ക് ആദ്യമേ നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ പാണ്ഡവാസിലെ മനോജേട്ടൻ, അവരുടെ ഗൈഡൻസ് വളരെ നന്നായിരുന്നു. നല്ലൊരു ടൂറിസ്റ്റ് ഗൈഡിന് വേണ്ട എല്ലാ ഗുണങ്ങളും മനോജേട്ടനുണ്ട്. അതിന് ആദ്യമേ അഭിനന്ദനങ്ങൾ അറിയിക്കണം. ഇങ്ങനൊരു ട്രാവൽസ് നടത്തിപ്പിന് പറ്റിയ ആൾക്കാർ തന്നെയാണ് നിങ്ങളെല്ലാവരും. അതേപോലെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ അറിയുന്ന ആളുകളാണ്. നല്ല രീതിയിൽ പാട്ട് പാടാനും അതുപോലെ നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെ കൂടെ നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ കൊണ്ടുവരാൻ, നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ തോന്നിക്കാത്ത രീതിയിൽ നമ്മളെ കൂടെ കൊണ്ടുപോകുന്ന നമ്മളെ കുടുംബാംഗങ്ങളെ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അതിന് ഞങ്ങൾക്ക് ഒരു വലിയ കയ്യടി ആദ്യമേ തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഡ്രൈവർ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആയിരുന്നു. ആർക്കും ഉറങ്ങുകയാണെങ്കിലൊന്നും ഒരു ബുദ്ധിമുട്ടും തോന്നാത്ത രീതിയിൽ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളും ഡ്രൈവിങ്ങിലൊന്നും എവിടെ ഉണ്ടായിട്ടില്ല. വളരെ നല്ല രീതിയിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആയിരുന്നു. പിന്നെ എനിക്ക് കുറച്ചുകൂടി ഒരു ഇത് തോന്നിയത്, ഞാൻ മുദ്രാകോണറിൽ താമസം തുടങ്ങിയിട്ട് 3 വർഷമായി. തൊട്ട അടുത്തുള്ള അയൽപ്പക്കക്കാരെ കുറച്ചുകൂടി എനിക്ക് കൂടുതലായിട്ട് അവരെ അറിയാനും പരിചയപ്പെടാനുള്ളൊരു അവസരം കൂടിയായി. പിന്നെ ശൃംഗേരിയിൽ ഇത്രയും വലിയൊരു ക്ഷേത്രമാണെന്നോ അതേപോലെ ആശ്രമത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നല്ലാതെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അതേപോലെ ആ ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയതിലും തൊഴാൻ പറ്റിയതിലും ഒക്കെ വളരെയധികം സന്തോഷം. ഞാൻ ആകെ മൂകാംബിക മുരുടേശ്വരം ഈ 2 കാര്യങ്ങൾ എൻ്റെ സ്വപ്നത്തിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ കൂടെ കിട്ടിയ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അതേപോലെ മൂകാംബികയിൽ ഇത്ര നല്ല രീതിയിൽ ദർശനം കിട്ടിയതിൽ, അതേപോലെ മനോജേട്ടൻ്റെ ആ അടികയായിട്ടുള്ള ബന്ധം നമുക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. എന്തായാലും എല്ലാവർക്കും നന്ദി. അതേപോലെ കൂടെ വന്നവരെല്ലാവരും നമുക്കൊരു കുടുംബാംഗങ്ങളെ പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും പരസ്പരം സഹകരിച്ച് നല്ല രീതിയിലുള്ളൊരു യാത്രയായിരുന്നു. എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു യാത്ര. തീർച്ചയായും ഇനി യൂണിവേഴ്സിറ്റി എന്നുള്ള ടൂർ പ്രോഗ്രാമിന് ഞാൻ പാണ്ഡവാസിനെ സജസ്റ്റ് ചെയ്യും. തീരെ പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയാണ്. 10 ദിവസം മുമ്പ് നാരായണനോട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഞങ്ങളതിന് റെഡിയാണ്. പെട്ടെന്ന് തീരുമാനം. അതിന് ഓരോട് പ്രത്യേകം നന്ദി പറയും. ആസ്വദിച്ചു. മനസ്സിന് നല്ല സന്തോഷം. ഈ യാത്ര സംഘടിപ്പിച്ചവർക്കും ഇത് നയിച്ചവർക്കും നമ്മുടെ ബസ്സിൻ്റെ സാരഥിക്കും പ്രത്യേകം നന്ദി. പിന്നെയുള്ളൊരു വിഷമം, നാളെ രാജ്യത്തോടു കൂടി തീരുകയാണല്ലോ എന്നുള്ളൊരു വിഷമമുള്ളതാണ്. ഏതായാലും നന്നായി. വളരെ സുഖമായിരുന്നു എല്ലാവർക്കും. ഭാര്യ എപ്പോഴും ബാക്കിലാണ് ഉണ്ടാവുക. അപ്പൊ എന്നോട് പറയും നിങ്ങൾ നടന്നോളി, ഞങ്ങളവിടെ എത്തിച്ചേരും, ഇത് നമ്മളെ ആളാണ്, അത്രയും കെയർ ചെയ്ത് ഒരു കൊണ്ടു നടന്നിട്ടുണ്ട്. അപ്പൊ അതിനെ പറയാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ വാഹനത്തിന്റെ സാരഥിയുടെ അസിസ്റ്റന്റ് വളരെ നല്ല രീതിയിൽ എല്ലാ ഇതും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടിയിരുന്നുള്ളൊരു അഭിപ്രായമുണ്ട്. യാത്രയിലുണ്ടായ സമയക്രമത്തിലെ വ്യത്യാസമാണ്. അപ്പം അത് നമ്മൾ ആ രീതിയിൽ കണക്കിലെടുക്കുക. മൂകാംബികയിൽ ഞാനിത് 3-ാമത്തെയോ 4-ാമത്തെയോ പ്രാവശ്യമാണ് പോകുന്നത്. ഇത്രയും സൗകര്യമായിട്ട് അവിടെ ഞാൻ ഇതുവരെ തൊഴുതിട്ടില്ല. അത്രയും നല്ല സൗകര്യം കിട്ടി. അത് ഏർപ്പാടാക്കി തന്ന എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും യാത്രകൾ ചെയ്യാൻ പാണ്ഡവാസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാം സഹായം ചെയ്തു തന്ന ആദ്യം തന്നെ ഇത്രയും നല്ലൊരു യാത്ര സംഘടിപ്പിച്ച ജനശ്രീ മിഷൻ അതുപോലെ തന്നെ പാണ്ഡവാസ് നന്ദി അറിയിക്കുന്നു. നല്ല അതിസുന്ദരമായ ഒരു മൂകാംബിക ട്രിപ്പായിരുന്നു നമുക്ക് കിട്ടിയത്. ഒരു പ്രാവശ്യം തൊഴാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ 3 പ്രാവശ്യം തൊഴുതു മൂകാംബിക. പിന്നെ നമ്മളെ നയിച്ച മനോജേട്ടൻ, നമ്മൾ ഈ ടീമിന് ഏറ്റവും വേണ്ടത്, ഗൈഡ്സിന് ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റിയാണ് ക്ഷമ. നമ്മൾ ടീമിൽ പല പ്രായമുള്ളവരും കുട്ടികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നമ്മളെ മേൽനോട്ടം വഹിക്കുന്ന മനോജേട്ടന് കഴിഞ്ഞു. അവരുടെ ടീമിലുള്ള മറ്റ് ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള യാത്ര ഞങ്ങളും പാണ്ഡവാസിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഈ യാത്രയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ മാനസികമായി വളരെയധികം സന്തോഷമുണ്ട്.
ബസ്സിനോട് അതിനുള്ള പ്രത്യേക നന്ദി അറിയിച്ചു. എല്ലാവരും കൂടെയും ഈ യാത്രയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഭാഗ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. അനിയത്തിനോടും സുരേഷിനോടും നന്ദി അറിയിക്കുന്നു. സന്തോഷമുണ്ട്. ഞാൻ ഇപ്പം നമ്മൾ സന്ദർശിച്ച എല്ലാ അമ്പലത്തിലും ആദ്യമായിട്ട് പോകുന്ന വ്യക്തിയാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന മനോജേട്ടന് ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഇത് നമ്മളെ ഇതിലേക്ക് ക്ഷണിച്ച ജനശ്രീ മിഷൻ്റെ എൻ്റെ സുഹൃത്ത് സുരേഷ് അപ്പുട്ടേട്ടൻ, അതുപോലെ തന്നെ അവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. എന്തായാലും പാണ്ഡവാസ് ആയിട്ട് നമുക്ക് ഇനിയും യാത്രകൾ സംഘടിപ്പിക്കേണ്ടി വരും. എന്തായാലും ഈ യാത്രയിൽ ജനശ്രീ എന്നെ കൂടി ഉൾപ്പെടുത്തിയതിൽ ആദ്യമായി ജനശ്രീ സംഘാടക സമിതിയോട് നന്ദി പറയുന്നു. യാത്ര വളരെ നല്ലതായിരുന്നു. ഇതിൻ്റെ കോർഡിനേറ്റർ ശ്രീ മനോജ്, അതേപോലെ അവരുടെ സഹായികളായ ദിനേശ്, ഉണ്ണികൃഷ്ണൻ എന്നിവർ വളരെ നല്ല ഇതായിരുന്നു. ഉണ്ണികൃഷ്ണൻ്റെ പാട്ടിന് പ്രത്യേകം നന്ദി പറഞ്ഞു നിർത്തുന്നു. എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഈ 4 ദിവസം സമാപിച്ചത്. എനിക്ക് ഇങ്ങനെ ഒരു യാത്ര ഓർഗനൈസ് ചെയ്ത ജനശ്രീയോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതുപോലെയുള്ള നല്ല യാത്രകൾ ഇനിയും അവർ സംഘടിപ്പിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പാണ്ഡവാസിന് പ്രത്യേകം നന്ദി. നമ്മുടെ മൂകാംബിക യാത്ര സംഘടിപ്പിച്ച ജനശ്രീ മിഷനോട് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. നമ്മൾ കുറെ ആയി സുരേഷും ദാസാൻ മൂകാംബിക യാത്ര അതിപ്പോ സംഘടിപ്പിച്ച് ഇത്ര ആളെ കൂടി നമ്മൾ കൊണ്ടുപോയതുകൊണ്ട് ആദ്യമായിട്ട് നന്ദി ജനശ്രീ മിഷനോട്. പിന്നെ നമ്മളെ ഈ യാത്രയിൽ പല ആൾക്കാരും, പല സ്വഭാവമുള്ള ആൾക്കാരും, പല പ്രായക്കാരുമുണ്ട്. അതെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോയതാ നമ്മുടെ മനോജ്. നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഉണ്ണിയേട്ടൻ ആ പാട്ടൊക്കെ പാടിയ വളരെ നല്ല രീതിയിൽ നമ്മളെ അധ്യയനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത്. കൂടാതെ നമ്മുടെ ഡ്രൈവർ നല്ല സ്മൂത്തായ ഡ്രൈവിങ്ങും എല്ലാം കൊണ്ട് നമ്മളെ ഇത്രയും നേരം ഇവിടുന്ന് അങ്ങോട്ടും ഇതേമാതിരി കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നുള്ളത് മാത്രം ആശംസിക്കുന്നു. ഇനിയും 3 ദിവസത്തെ പരിപാടി ആയതുകൊണ്ടേ പങ്കെടുക്കുന്ന ചെറിയൊരു കച്ചവടക്കാരനാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ വന്നതാണ്. എല്ലാ രീതിയിലുണ്ട്, കണ്ട് സന്തോഷമായി. അതുപോലെ എല്ലാവർക്കും നല്ല രീതിയിൽ നമസ്കാരം പറഞ്ഞുകൊണ്ട് രസകരമായിട്ടും വളരെ സന്തോഷകരമായിട്ടും വളരെ ഉഷാറായിട്ട് കാര്യങ്ങൾ സംഘടിപ്പിച്ച് പോയിട്ടുണ്ട്. ചില സമയങ്ങളുടെ അതിനോട് പറഞ്ഞ കാലം അതെന്താ വെച്ചാൽ പതിയക്കന്മാർ പോകുന്നൊരു വിനോദയാത്ര അല്ലല്ലോ, ഒരു വ്യക്തിപരമായൊരു ഇതല്ലേ. ഫാമിലി ടൂറാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രൊമോഷന്മാരുണ്ടാവും. അത് ഓക്കെ, പ്രശ്നമല്ല. ഓക്കെ, എന്തുള്ളൂ എന്തായാലും മനോജുണ്ട്, അതേപോലെ ദാസേട്ടൻ, ഇവരോട് ഏറെ നന്ദി പറയുന്നത്. ക്ഷമയാണ്. അത് നല്ലോണം അനുഗ്രഹിച്ച് കൊടുത്തിട്ടുണ്ട് ദിനേശന്. എപ്പോഴും പുഞ്ചിരിയോടുകൂടി ആളുകളെ ഡീൽ ചെയ്യാൻ കഴിയാന്നുള്ളതൊരു വലിയ ക്വാളിറ്റിയാണ്. പിന്നെ മനോജനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും പറഞ്ഞു, എനിക്കതിന് കൂടെ പറയേണ്ട ആവശ്യമില്ല. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നമസ്കാരം.